BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണങ്ങൾ ആവർത്തിച്ച മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരിക്കുകയാണ്. 2019 മെയ് 31 ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. മഴയെത്തും മുൻപേ തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപമുള്ള മണ്ണ് നീക്കം ചെയ്യണമെന്ന ഉത്തരവിറക്കിയിരുന്നുവെന്നും പ്രളയത്തേക്കാൾ സർക്കാരിന് പ്രാധാന്യം കരിമണലിൽ ആണെന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു. മുൻ അനുഭവം വെച്ച് മഴയെത്തുമ്പോൾ മണ്ണ് ഒഴുകിപ്പോകാതെ നോക്കണമെന്ന ഉത്തരവിൽ പറയുന്നുണ്ട്. ഡാം കൈകാര്യം ചെയ്യേണ്ട വകുപ്പിന് എന്താണ് മണലിൽ കാര്യമെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് മാത്യു കുഴൽനാടൻ ആരോപണം കടുപ്പിക്കുന്നത്. പ്രളയ മുന്നൊരുക്കത്തിന് പകരം ഇറിഗേഷൻ വകുപ്പ് നടത്തിയ കരിമണൽ സംരക്ഷിക്കാനുള്ള നടപടികളാണ്. ഇറിഗേഷൻ വകുപ്പിന് എന്താണ് കരിമണലിൽ കാര്യം? സഭയിൽ താൻ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ നടക്കുന്ന ഏകപക്ഷീയമായ നീക്കമാകും. വേണമെങ്കിൽ മൈക്ക് ഓഫ് ചെയ്തേക്കും. 2019 പ്രളയ മുന്നൊരുക്കത്തിലും ആദ്യം ശ്രമിച്ചത് മണൽ മാറ്റുവാനാണ്. തോട്ടപ്പള്ളിയിൽ നിന്ന് മഴയ്ക്ക് മുൻപ് മണൽ മാറ്റാൻ നിർദ്ദേശം നൽകി. എല്ലാ സമയവും മണൽ ആയിരുന്നു സർക്കാരിന് പ്രധാനം. 2018 അനുഭവം വെച്ച് മണൽ ഒഴുകിപ്പോകരുതെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മഴ വരും മുൻപ് എങ്ങനെയാണ് മണലെടുക്കുമെന്ന് ആയിരുന്നു ഉത്തരവിലെ നിർദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. 2018 മഹാപ്രളയം മനുഷ്യനിർമ്മിതമെന്ന ആരോപണത്തിന്മേൽ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം മന്ത്രിയായിരുന്ന കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവിട്ടെങ്കിലും സർക്കാർ നിഷേധിച്ചിരുന്നു. AI വഴി നിർമ്മിച്ച ശബ്ദശകലമെന്നായിരുന്നു മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. ഈ സാഹചര്യത്തിലാണ് ജലവിഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ പുറത്തുവിടാൻ ശ്രമിക്കുന്നത്. തന്റെ ആരോപണം വ്യാജമെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ നിയമ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് മാത്യു കുഴൽനാടൻ ചോദിക്കുന്നത്. അതേസമയം 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടർ തുറക്കാതെ കരിമണൽ ലോബിക്കായി പ്രവർത്തിച്ചുവെന്നുമുള്ള മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾ വീണ്ടും തള്ളി മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നും തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടർ തുറന്നിരുന്നുവെന്നും കെ കൃഷ്ണൻകുട്ടി പറയുന്നു. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകളെല്ലാം തുറന്നിരുന്നുവെന്നും പിന്നെ എന്തിനാ ആരോപണമെന്നും കെ കൃഷ്ണൻകുട്ടി ചോദിച്ചു. തോട്ടപ്പള്ളി സ്പിൽവേ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച നടന്നിട്ടും എന്തുകൊണ്ട് കുഴൽനാടൻ മിണ്ടാതിരുന്നുവെന്നും കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണ്. ഇതിനെതിരെ മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.